കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ പോളച്ചൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനി. പോളച്ചനെ കണ്ട് ശാലിനി പറയുകയാണ്, ഇന്നലെ എൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു. ആധാരം പണയം വെക്കണമെങ്കിൽ അച്ഛനെയും കൂട്ടി വരണമെന്ന് മുതലാളി പറഞ്ഞിരുന്നു. എൻ്റെ ചേച്ചി ശാരികയുടെ കല്യാണത്തിന് വേണ്ടിയാണ് അമ്മ സ്വർണവും പണവും ഒക്കെ ചോദിച്ചത്. മുതലാളി ആധാരം പണയം വെച്ച് സ്വർണവും പണവും ഒക്കെ കടം കൊടുക്കുന്ന ആളല്ലേ. ദേ ഈ ആധാരം ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഫയലിനകത്ത് നിന്നും സത്യഭാമയുടെ ആധാരം എടുത്തു കൊടുക്കുകയാണ് ശാലിനി. ആധാരം നോക്കിയ ശേഷം അന്തം വിട്ടു നിൽക്കുകയാണ് പോളച്ചൻ. എന്നിട്ട് പോളച്ചൻ മനസ്സിൽ കരുതുകയാണ്, ഇത് സത്യഭാമയുടെ വീടിൻ്റെ ആധാരമാണല്ലോ. അന്നേരവും ആകെ പരിഭ്രമിച്ച് ശാലിനി പറയുകയാണ്, അച്ഛനെയും കൂട്ടി അമ്മ എവിടേക്ക് വരിക എന്നുള്ളത് സാധ്യമല്ല. അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു ഉറപ്പിനു വേണ്ടി ഞാൻ തന്നെ നേരിട്ട് വന്ന് ഈ ആധാരം തരുന്നതും. കല്യാണക്കാര്യമായതുകൊണ്ട് നീട്ടിവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. സ്വർണം കിട്ടിയേ പറ്റൂ എന്ന് താൻ കൊടുത്തത് സത്യഭാമയുടെ ആധാരമാണ് എന്നറിയാതെ പറയുകയാണ് ശാലിനി. ഈ ആധാരത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും വഴി എന്ന് ശാലിനി പറയുമ്പോൾ പോളച്ചൻ പറയുകയാണ്, ഈ ആധാരത്തിന് ഒരു പ്രശ്നവുമില്ല. കുഞ്ഞിന് എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആകെ സന്തോഷിച്ച് ശാലിനി പറയുകയാണ്, അമ്മ ആവശ്യപ്പെട്ട 30 പവൻ കിട്ടിയേ പറ്റൂ. പിന്നെ കല്യാണ ചെലവിന് ഒരു 10 ലക്ഷം കൂടിയെന്നും ശാലിനി പറയുന്നു. അന്നേരം പോളച്ചൻ മനസ്സിൽ കരുതുകയാണ്, സത്യഭാമയുടെ വീടിൻ്റെ ആധാരമല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ 30 അല്ല 300 പവൻ കൊടുത്താലും കൈനഷ്ടം വരില്ല. പോളച്ചൻ പറയുകയാണ്, ശാരദാമ്മ ചോദിച്ച 30 പവൻ ഞാൻ തരാം. ഏതൊക്കെയാ മോഡൽ വേണ്ടതെന്ന് വെച്ചാൽ ജ്വല്ലറിയിൽ നിന്നും ആളിനെ വിളിച്ചാൽ മതി. പിന്നീട് കുഞ്ഞിന് ഭാഗ്യമുണ്ട്. ഞാനൊരു പ്ലോട്ട് നോക്കാനായി അഡ്വാൻസ് കൊടുക്കാനായി 10 ലക്ഷം രൂപയുമായി പോവുകയായിരുന്നു. ഏതായാലും ആദ്യം ഇക്കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും പണം എടുത്തിട്ട് ശാലിനിക്ക് കൊടുത്ത് പോളച്ചൻ പറയുകയാണ്, ദാ 10 ലക്ഷം രൂപയുണ്ട്, കുഞ്ഞിനിത് കൊണ്ടുപോകാം. ആകെ സന്തോഷിച്ച് പോളച്ചന് നന്ദി പറഞ്ഞ് കാശും വാങ്ങി അവിടെ നിന്നും പോകുന്നു ശാലിനി. അന്നേരം പോളച്ചൻ മനസ്സിൽ കരുതുകയാണ്, 30 പവനും 10 ലക്ഷം രൂപയും കച്ചവടം ഒട്ടും നഷ്ടമല്ല. സത്യഭാമയുടെ വീടിൻ്റെ ആധാരമല്ലേ എൻ്റെ കയ്യിലിരിക്കുന്നത്. വരുന്നത് കോടികളാണ്. കോടികൾ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോളച്ചൻ അങ്ങനെ നിൽക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ശ്യാമയും ശാരികയും വന്ന് ചോദിക്കുകയാണ്, കുഞ്ഞേച്ചി ഇതുവരെ വിളിച്ചില്ലല്ലോ അമ്മേ. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഞാനും അത് തന്നെയാണ് ആലോചിച്ച് നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ അവളെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അവളിപ്പോൾ വേറൊരു വീട്ടിലെ അംഗമല്ലേ. എന്നോട് ഗോപാലേട്ടൻ ചെന്നാലേ പണവും സ്വർണവും തരുമെന്നാണ് പോളച്ചൻ മുതലാളി പറഞ്ഞത്. ഇനിയിപ്പോൾ അവൾ ചെന്നാലും അവളോടും അതുതന്നെയല്ലേ പറയുക എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ്മ. അതേസമയം ഓട്ടോയിൽ അവിടേക്ക് എത്തുകയാണ് ശാലിനി. വന്ന ഉടനെ ബാഗിൽ നിന്നും പണമെടുത്ത് ശാരദാമ്മയ്ക്ക് കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി ശാലിനി പറയുകയാണ്, ദേ പണം കിട്ടിയിട്ടുണ്ട്. പോളച്ചൻ തന്നെയല്ലേ തന്നതെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതെ അമ്മേ, ഞാൻ ചെന്ന് നേരിട്ട് ചോദിച്ചപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ ചെന്ന് വിഷമം പറഞ്ഞപ്പോൾ അയാൾ തന്നതാണ്. ഇതിപ്പോൾ 10 ലക്ഷം രൂപയുണ്ട്. ആഭരണങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തതുപോലെ നാളെ തന്നെ ഇവിടേക്കെത്തും. തുടർന്ന് പണം ശ്യാമയെ ഏൽപ്പിച്ചിട്ട് ശാരദാമ്മ പറയുകയാണ്, മോളിത് അലമാരിക്ക് കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്ക്. ശ്യാമ പോകാൻ നേരം ശാലിനി പറയുകയാണ്, അതെ, ഓട്ടയുള്ള അലമാരിയാണ്, ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം. അന്നേരം ശ്യാമ പറയുകയാണ്, ശാരികേച്ചിയുടെ കല്യാണത്തിനുള്ള പണമല്ലേ, ഇത് കൊണ്ടുപോകാൻ വരുന്ന കള്ളനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അത് കേട്ട് ചിരിക്കുകയാണ് ശാരദാമ്മയും ശാലിനിയും ശാരികയുമൊക്കെ. പിന്നീട് ശാലിനി ശാരികയെ പിടിച്ച് ചോദിക്കുകയാണ്, എന്താ സന്തോഷമായില്ലേ കല്യാണ പെണ്ണിന്. ഇനിയിപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലാതെ കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ചങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മയും ശാരികയും ശാലിനിയും. അതേസമയം പ്രസ്സിൽ നിന്ന് കല്യാണക്കുറിയുമായി ആളെത്തുകയാണ്. അത് വാങ്ങിച്ച് പൊട്ടിച്ചു നോക്കുന്ന ശാരദാമ്മ ലെറ്റർ നോക്കി കരയുകയാണ്. അത് കണ്ട് അമ്മയെന്ന് ശാരിക വിളിക്കുമ്പോൾ ശാലിനി ചിരിച്ചു പറയുകയാണ്, ഈ അമ്മയുടെ കാര്യം എന്ത് കണ്ടാലും കണ്ണങ്ങ് നിറച്ചോളും. ഇതിനു മാത്രം കണ്ണീര് എവിടെ ഇരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നമ്മുടെ ഒരു വലിയ സ്വപ്നമല്ലേ മോളെ നടക്കാൻ പോകുന്നത്. സ്വപ്നങ്ങൾ കൈവരുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ സന്തോഷിക്കാമെന്ന് പറയുകയാണ് ശാരദാമ്മ. പിന്നീട് ലെറ്റർ എടുത്ത് ശാരികയുടെ കയ്യിൽ കൊടുത്തിട്ട് ശാരദാമ്മ പറയുകയാണ്, ആദ്യത്തെ ലെറ്റർ ദൈവങ്ങളുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് ഐശ്വര്യമായിട്ട് പ്രാർത്ഥിക്കുമോളെ. പിന്നീട് കല്യാണക്കുറി കൊടുക്കാനുള്ളവരുടെ അഡ്രസ്സൊക്കെ എഴുതി തുടങ്ങാനായിട്ട് പേന എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞ് ശ്യാമയെ പറഞ്ഞയക്കുകയാണ് ശാലിനി. തുടർന്ന് ദൈവങ്ങളുടെ മുൻപിൽ ലെറ്റർ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് നന്ദി പറയുന്നു ശാരിക.
തുടർന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുകയാണ് ആദ്യത്തെ ലെറ്റർ ആർക്കാണ് അമ്മയെ കൊടുക്കേണ്ടത്, അഡ്രസ്സ് ആരുടേതാണ് എഴുതേണ്ടതെന്ന്. അന്നേരം ഒന്ന് വിൽക്കുകയാണ് ശാരദാമ്മ. ആലോചിച്ച് വീണ്ടും ശാരദാമ്മ ഇരിക്കുമ്പോൾ ശാലിനി പറയുകയാണ് അമ്മ എന്തായാലും ഓർത്തു വെച്ചിട്ടുണ്ടാകുമല്ലോ ആദ്യത്തെ കുറി കൊടുക്കാനായിട്ട് ഒരാളിനെ, അത് പറയമ്മേന്ന് വീണ്ടും ശാലിനി പറയുന്നു. പക്ഷെ ശാരദാമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് എങ്കിൽ ശരി പറയണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറഞ്ഞ് പേരെഴുതുകയാണ് ശാലിനി. ശാരദാമ്മ അത് ശ്രദ്ധിക്കുന്നു. പേരെഴുതിയ ശേഷം ലെറ്റർ ശാരദാമ്മയ്ക്ക് കൊടുത്തിട്ട് ശാലിനി പറയുകയാണ് ദേ ഇത് നോക്കിക്കേ, ഇയാൾക്ക് കൊടുത്താൽ മതിയോ. ശാലിനി ആ ലെറ്ററിൽ ഗോപാലകൃഷ്ണൻ എന്നെഴുതിയിരിക്കുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ശാരദാമ്മ. ശാരദാമ്മയുടെ സന്തോഷം കണ്ട് ശാലിനി പറയുകയാണ് ഇതല്ലേ അമ്മ മനസ്സിൽ ഉദ്ദേശിച്ച പേര്, അതെന്നോട് പറയുന്നതിന് അമ്മ എന്തിനാ ഇത്ര മടിക്കുന്നത്. ഞാൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയിട്ടാണോ? എങ്കിൽ അങ്ങനെ ഇനി വിചാരിക്കണ്ട. എത്ര തള്ളിക്കളഞ്ഞാലും അച്ഛൻ എന്ന് പറയുന്ന പേര് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇനി ഐശ്വര്യമായിട്ട് അമ്മയ്ക്കും ശാരികേച്ചിക്കും ശ്യാമയ്ക്കും കൂടി ഇനി ഐശ്വര്യമായിട്ട് പോയി കല്യാണം വിളിക്കാം. ഇപ്പം തന്നെ പോയി വിളിക്കാമെന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് ഇപ്പോഴോ? അതെ അമ്മേ, ഇനി എന്തിനാ വെച്ച് താമസിക്കുന്നത്, ഇപ്പോൾ തന്നെ നിങ്ങൾ വിട്ടോന്ന് പറയുകയാണ് ശാലിനി. അപ്പോൾ ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് ഇവിടെ ഞാനുണ്ടല്ലോ, ഈ ലിസ്റ്റ് നോക്കി ഈ കാർഡിൽ മുഴുവൻ പേരെഴുതണം, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോയിട്ട് വാ. പിന്നെ അലമാരയിൽ ഒരു നിധി ഇരിപ്പുണ്ടല്ലോ, അത് അടിച്ചു മാറ്റാൻ ആരെങ്കിലും വന്നാൽ അവരെയൊക്കെ എനിക്ക് കൊല്ലണം. നിങ്ങൾ വിട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയോട് അമ്മയുടെ ബാഗ് എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ് ശാലിനി. തുടർന്ന് ശാരികയും ശ്യാമയും കൂട്ടി പുറപ്പെടുന്നു ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് രാജേശ്വരിയുടെ വീടാണ്. രാജേശ്വരി അവിടെ മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ എവിടേക്കോ പുറപ്പെടാൻ തയ്യാറാവുകയാണ് ഗോപാലകൃഷ്ണൻ. അന്നേരം ഗോപാലകൃഷ്ണനെ കളിയാക്കി ഫോൺ നോക്കി വായിക്കുകയാണ് രാജേശ്വരി. ആദ്യ ഭാര്യയുമായി ബന്ധം, രണ്ടാം ഭാര്യ മധ്യവയസ്കനെ വെട്ടിക്കൊന്നു. അന്നേരം ഗോപാലകൃഷ്ണൻ ഒന്ന് നോക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ് ഗോപാലേട്ടൻ പേടിക്കേണ്ട, ഞാൻ നെറ്റിൽ വന്ന ഒരു വാർത്ത വായിച്ചതാണ്. ദേ രാജേശ്വരി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അതെ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറയുമെന്ന് രാജേശ്വരി പറയുന്നു. അന്നത്തെ ആ ആക്സിഡന്റിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് എനിക്കും ബാലചന്ദ്രനും ബലമായ സംശയമുണ്ട്. കാതിൽ കിടന്ന കമ്മലൂരി കൊടുത്തും ഞരമ്പിലെ ചോര ഊറ്റിക്കൊടുത്തും ജീവൻ രക്ഷിച്ചതല്ലേ നിങ്ങളുടെ ആദ്യ ഭാര്യയും മകളും. അപ്പോൾ അതിൻ്റെതായ ഒരു കടപ്പാട് അങ്ങോട്ടും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് അങ്ങനെ ഒരു കടപ്പാടിൻ്റെ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബന്ധത്തിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടാകില്ലായിരുന്നല്ലോ. ഗോപാലേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട, പുതിയത് കാണുമ്പോൾ ഭ്രമം തോന്നുന്നവരാണ് ആണുങ്ങൾ. അന്നേരം പഴയതിൻ്റെ പിന്നാലെയോ പുതിയതിൻ്റെ പിന്നാലെയോ ഒക്കെ നിങ്ങൾ പോയെന്നിരിക്കും. മൊത്തം ആണുങ്ങളുടെ കാര്യമൊന്നും എനിക്കറിയില്ല, എൻ്റെ കാര്യം എനിക്കറിയാമെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ് നിങ്ങളെ അന്ന് എനിക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് ഞാനും ബാലചന്ദ്രനുമൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു മേൽക്കൂരയുടെ കീഴിൽ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ കാര്യമൊന്നും ഇല്ലെന്നും രാജേശ്വരി പറയുന്നു. നമുക്ക് പഴയതുപോലെ തന്നെ സ്നേഹമായിട്ട് മുന്നോട്ട് പോകാം. അന്നേരം ഒന്ന് ചിരിക്കുകയാണ് ഗോപാലകൃഷ്ണൻ. രാജേശ്വരി പറയുകയാണ് സ്വത്തൊന്നും ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഒരു ഉറപ്പ് എനിക്ക് വേണം, ശാരദയും മക്കളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവും ഗോപാലേട്ടന് പാടില്ല. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് ഞാനത് എത്ര തവണ ആണയിട്ട് പറഞ്ഞതാണ്, ഇനി എന്താ നിന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണമോ? അയ്യയ്യോ, അങ്ങനത്തെ സാഹസമൊന്നും ചെയ്തു കളയരുതേ, തല എനിക്ക് പിന്നെയും വേണ്ടതാണെന്ന് കളിയാക്കി രാജേശ്വരി പറയുന്നു. തുടർന്ന് രാജേശ്വരി അകത്തെ റൂമിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. ആ സമയത്താണ് ശാരദാമ്മയും ശാരികയും ശ്യാമയും ഗേറ്റ് തള്ളി തുറന്ന് അവിടേക്ക് വരുന്നത്. അവരെ കണ്ട് ആകെ പരിഭ്രമിച്ച് എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് രാജേശ്വരി. രാജേശ്വരിയെ കണ്ട് ദേഷ്യം ഭാവിച്ച് ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് എന്താടിയെന്ന്. അന്നേരം ശാരദാമ്മ പറയുകയാണ് ശാരികയുടെ കല്യാണമാണ്. പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അതിനിപ്പോൾ ഞാൻ എന്തു വേണം? ആദ്യത്തെ കുറി ഇവിടെയാണ് തരുന്നത് എന്ന് പറഞ്ഞ് ലെറ്റർ നീട്ടുന്നു ശാരദാമ്മ. അന്നത്തെ പയ്യൻ തന്നെയാണ് ഇവളെ വിവാഹം കഴിക്കുന്നത്, കോളേജ് ലെക്ചർ രാജീവ് എന്ന് സന്തോഷത്തോടു കൂടി ശാരദാമ്മ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? കല്യാണത്തിന് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്, ഇവിടെ നിന്ന് എല്ലാവരും വരണം, ഗോപാലേട്ടനും രാജേശ്വരിയും ബാലചന്ദ്രനും എല്ലാവരും വരണമെന്ന് ശാരദാമ്മ പറയുന്നു. അന്നേരം ദേഷ്യപ്പെട്ട് രാജേശ്വരി ചോദിക്കുകയാണ് നാണമില്ലേടി നിങ്ങൾക്ക്
ഇക്കാര്യം പറഞ്ഞ് ഇവിടേക്ക് കയറി വരാനായിട്ട്. ബാലചന്ദ്രനെ ഇവിടെ നിന്നും ഒരുക്കി ഇറക്കിയതാണ് ഞാൻ, നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട്. എന്നിട്ട് അവള് വേറൊരുത്തന്റെ തലയിലേക്ക് വലിഞ്ഞു കയറി. ഇവളെ കെട്ടാൻ പോകുന്നത് രാജീവാണെന്ന് നീ പറയുന്നു. പന്തലിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അന്നറിയാം. അതാണല്ലോ ശാരദയുടെയും മക്കളുടെയും സ്വഭാവ മഹിമ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് രാജേശ്വരി ശാരദാമ്മയെ. അന്നേരം ദേഷ്യം ഭാവിച്ച് ഗോപാലകൃഷ്ണൻ പറയുകയാണ്, നിന്ന് ന്യായം പറയാതെ ഇറങ്ങിപ്പോടി. അന്നേരം വീണ്ടും ലെറ്റർ നീട്ടിയിട്ട് ശാരദാമ്മ പറയുകയാണ്, ഈ കുറിയെങ്കിലും ഒന്ന് വാങ്ങണം. വീണ്ടും ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഇറങ്ങിപ്പോകാനല്ലേ പറഞ്ഞത്, അവളുടെ ഒരു കുറി. അന്നേരം വിഷമിച്ച് ശാരദാമ്മ നിൽക്കുമ്പോൾ കൈനീട്ടി രാജേശ്വരി പറയുകയാണ്, ഇങ്ങ് തന്നെ നോക്കട്ടെ. ലെറ്റർ വായിച്ച ശേഷം രാജേശ്വരി ചോദിക്കുകയാണ്, എന്താടി അച്ചടിച്ചു വച്ചിരിക്കുന്നത്? ശാരദ ഗോപാലകൃഷ്ണനെന്നോ? ഗോപാലകൃഷ്ണൻ നിന്റെ ഭർത്താവാണെങ്കിൽ ഈ കിടക്കുന്നതെന്താ പുളിങ്കുരുമ്പോ എന്ന് പറഞ്ഞ് താലി ചോദിക്കുകയാണ് രാജേശ്വരി. അവകാശം സ്ഥാപിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജേശ്വരി പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ഒരവകാശവും സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. ഗോപാലേട്ടൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണെന്ന് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. കല്യാണത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഗുരുത്വം തേടും നല്ല മക്കള്. അതേ എൻ്റെ ശാരിക മോളും ചോദിച്ചുള്ളൂ. അന്നേരം രാജേശ്വരി ചോദിക്കുകയാണ്, നിന്റെ ഗുരുത്വമുള്ള ശാലിനി മോള് ആരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാടി കെട്ടിക്കേറി പോയത്? അന്നേരം രാജേശ്വരിയുടെ അടുത്തേക്ക് വന്ന് ശാരിക പറയുകയാണ്, പിണക്കങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പൊറുക്കണം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ അത് മാപ്പാക്കണം. അതിനുവേണ്ടി അച്ഛൻ്റെ കാലിൽ വീണ് മാപ്പിരക്കാനും ഞാൻ തയ്യാറാണെന്ന് ശാരിക പറയുന്നു. അന്നേരം ആകെ വിഷമിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ. അച്ഛൻ കല്യാണത്തിന് വരണം, ഒരു നിമിഷം എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ്റെ കാലിൽ ശാരിക വീഴാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ദൂരേക്ക് മാറി ഗോപാലകൃഷ്ണൻ പറയുകയാണ്, സാധ്യമല്ല. രാജേശ്വരിയെ കാണിക്കാൻ വേണ്ടിയാണ് ഗോപാലകൃഷ്ണൻ അങ്ങനെ ചെയ്തതെങ്കിലും വിഷമിച്ച് നിൽക്കുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക്